ഇത്രയും കൂളായിട്ടുള്ള എനിക്ക് കിട്ടിയ ചുരുക്കം ചില ബ്രൈഡ്സിൽ ഒരാളാണ് ശ്രീരഞ്ജിനി. എന്ത് ലുക്കാണ് വേണ്ടത്? എനിക്കൊരു കുറച്ച് നന്നായിരിക്കണം, കാണണം നല്ലോണം. അതുപോലെ തന്നെ ഐബ്രോ കുറച്ച് എങ്ങനെ നല്ലോണം എൻഹാൻസ് ചെയ്തെടുക്കണം. ഓക്കെ. ഒരു ഗ്ലോയിങ് മേക്കപ്പ്. അപ്പോൾ ആളുടെ ലുക്ക് എങ്ങനെ വേണ്ടെന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ തന്നെ അതിലും കൂടുതൽ മാക്സിമത്തിൽ എനിക്ക് ആ ലുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ശ്രീരഞ്ജനിയുടെ ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബിഫോറിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ആളുടെ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഒരു ഓംബ്രെ ലിപ്സ്റ്റിക്ക് പോലെയാണ് ആളുടെ നാച്ചുറൽ ആയിട്ടിരുന്ന ലിപ്പ്. അപ്പം നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ലിപ്സ്റ്റിക്ക് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മെസ്സി പോണിറ്റെയിലാണ്, അതും എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോന്നും പറഞ്ഞ് എല്ലാം എനിക്ക് വിട്ട് തന്നേക്കുമായിരുന്നു ഹെയർ സ്റ്റൈലൊക്കെ. അത് മാക്സിമം ആളുടെ ഫേസിന് ചേരുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആളുടെ ഓർണമെന്റ് സെലക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ശ്രീരഞ്ജിനിയുടെ റിസപ്ഷൻ ലുക്കായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ അത്. എനിക്ക് ഈ വർക്ക് തന്നത് എൻ്റെ ഫ്രണ്ട് ഡാലിയാണ്. ഡാലിയ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമല്ല, എൻ്റെ ആദ്യത്തെ വർക്കിൻ്റെ മോഡൽ കൂടിയായിരുന്നു ഡാലിയ. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.